നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളാണ് ഓഡിറ്റ് പ്രൊസീജിയർ. പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഓഡിറ്റ് ചെയ്യേണ്ടത്, അതിലെന്തൊക്കെ സ്റ്റെപ്സാണ് ആസ് എൻ ഓഡിറ്റർ ഒരാൾ ഓഡിറ്റ് ചെയ്യാൻ പോകുന്ന നേരത്തെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, പിന്നെ അതേപോലെ ക്ലയൻറ്റ്സ് എന്തൊക്കെ പ്രിപ്പറേഷൻസ് നടത്തണം, അതൊക്കെയാണ് ഈ ഓഡിറ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം ഓഡിറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഓഡിറ്ററിന് എന്ത് കിട്ടും? ലെറ്റർ ഓഫ് അപ്പോയിൻമെൻറ്റ്. അതായത് ഇപ്പോൾ സപ്പോസ് മിസ്റ്റർ എക്സ് ഇസ് എൻ ഓഡിറ്റർ ഓഫ് ABC ലിമിറ്റഡ്. ABC ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ, അല്ലെങ്കിൽ അത് കമ്പനി തന്നെ ആവണമെന്നില്ല, ഏതൊരു ബിസിനസ് ഓൾ ട്രേഡർ ആവാം, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേം ആവാം, അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഓഡിറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഓഡിറ്ററിന് ആദ്യം അയാൾക്കൊരു ലെറ്റർ ഓഫ് ഇപ്പോൾ നമ്മൾ ബിസിനസ്സിലാണ് ഓഡിറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മളൊരു ഓഡിറ്ററിന് ഒരു ലെറ്റർ ഓഫ് അപ്പോയിൻമെൻറ്റ് കൊടുക്കും. അത് കൊടുത്തു കഴിഞ്ഞിട്ട് മാത്രമേ ഒരു ഓഡിറ്റർ നമ്മളെ ബിസിനസ് ഓർഗനൈസേഷനിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ആഫ്റ്റർ റിസീവിങ് ദ ലെറ്റർ ഓഫ് അപ്പോയിൻമെൻറ്റ് ഫ്രം ദ ക്ലയൻറ്റ് ദ പ്രിലിമിനറി സ്റ്റെപ്സ് ഓഫ് ഓഡിറ്റ് ബിഗിൻസ്. അപ്പോൾ നമ്മൾ ഓഡിറ്റ് ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഓഡിറ്റർ അയാളുടെ പ്രിലിമിനറി സ്റ്റെപ്സ് അത് സ്റ്റാർട്ട് ചെയ്യും. ഓഡിറ്ററിന് എന്തൊക്കെ ഈ ലെറ്റർ ഓഫ് അപ്പോയിൻമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാലും ഓഡിറ്റർ എന്തൊക്കെ ചെയ്യുന്നത് വെച്ചാൽ അയാൾ ഒന്ന് ടൈം അലോട്ട് ചെയ്യണം. ഏത് ടൈമിൽ എത്ര ടൈം എടുക്കും, അല്ലെങ്കിൽ ഏത് സമയത്താണ് ഓഡിറ്റ് ചെയ്യാൻ പോകാൻ പറ്റുക. അതുപോലെ അയാളുടെ ഓഡിറ്റിംഗ് സ്റ്റാഫിലേക്ക് വർക്കൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. മൊത്തം ഓഡിറ്റ് വർക്കും ഒരാളല്ല ചെയ്യൽ, അയാളുടെ സ്റ്റാഫിന് ചെറിയ ചെറിയ വർക്കൊക്കെ ഏൽപ്പിച്ചു കൊടുക്കണം. പിന്നെ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ്, അങ്ങനെയൊക്കെയുള്ള ഓഡിറ്റ് പ്ലാനിങ് വേണം. നന്നായിട്ട് പ്ലാൻ ചെയ്ത ശേഷമാണ് ഒരു ഓഡിറ്റർ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷനിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, ദ ഓഡിറ്റർ ഹാസ് ടു ടേക്ക് സർട്ടൻ സ്റ്റെപ്സ് ബിഫോർ ദ കമൻസ്മെൻറ്റ് ഓഫ് ഓഡിറ്റ്. ഓഡിറ്റ് ആക്ച്വൽ ഓഡിറ്റ് കമൻസ് ചെയ്യുന്നതിന് മുന്നേ ഓഡിറ്റർ കുറച്ച് സ്റ്റെപ്സ് എടുക്കും. അതിനെയാണ് പറയുന്നത് പ്രിലിമിനറീസ്. നമുക്കറിയാം എന്തൊരു കാര്യത്തിൻ്റെയും പ്രിലിമിനറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം നമ്മൾ ആക്ച്വൽ ആ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ചെയ്യുന്ന കാര്യങ്ങളാണ് പ്രിലിമിനറീസ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓഡിറ്റർ ചെയ്യുന്ന പ്രിലിമിനറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമൻസ്മെൻറ്റ് ഓഫ് ഓഡിറ്റിന് മുന്നേ തന്നെ ഓഡിറ്റർ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് പ്രിലിമിനറീസ്. ഒരു 10 സ്റ്റെപ്സ് ചെയ്ത ശേഷമാണ് ഇയാൾ എന്ത് ചെയ്യുന്നത്, ആക്ച്വൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് പ്രിലിമിനറി സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെറ്റർ ഓഫ് അപ്പോയിൻമെൻറ്റ്. അപ്പോൾ ഈ ലെറ്റർ ഓഫ് അപ്പോയിൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഈ ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓഡിറ്റർ ആദ്യം ഹി ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് ഹി റിസീവ്സ് ആൻ അപ്പോയിൻമെൻറ്റ് ലെറ്റർ. ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അയാൾക്ക് ഓഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതേ സമയത്ത് ഈ ലെറ്റർ ഓഫ് അപ്പോയിൻമെൻറ്റ് കൊടുത്ത സമയത്ത് ലെറ്റർ ഓഫ് അപ്പോയിൻമെൻറ്റിൻ്റെ കൂടെ വേറൊരു സാധനം കൂടെ അറ്റാച്ച് ചെയ്തിരിക്കണം. അതായത് കോപ്പി ഓഫ് റെസല്യൂഷൻ. അതായത് ഇപ്പം എക്സ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സിനെയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നതെങ്കിൽ ആ എക്സിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടുന്ന റെസല്യൂഷൻസ് ആ ഓർഗനൈസേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ റെസല്യൂഷൻ്റെ ഒരു കോപ്പി. റെസല്യൂഷൻ എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് കൂടി തീരുമാനിക്കുക എന്നൊരാളെ ഓഡിറ്ററായിട്ട് അപ്പോയിൻറ്റ്. അപ്പോൾ അങ്ങനെ ആ എടുത്ത തീരുമാനം അല്ലെങ്കിൽ ആ എടുത്ത റെസല്യൂഷൻ്റെ കോപ്പിയും കൂടെ അപ്പോയിൻമെൻറ്റ് ലെറ്ററിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ എന്ന് ഓഡിറ്റർ ചെക്ക് ചെയ്യണം. പിന്നെ ഈ ലെറ്റർ ഓഫ് അപ്പോയിൻമെൻറ്റ് ഡീറ്റെയിൽ ആയിട്ട് ഇയാൾ സ്റ്റഡി ചെയ്യണം. ലൈക്ക് ആ ലെറ്റർ ഓഫ് അപ്പോയിൻമെൻറ്റിലാണ് ആ ഓഡിറ്ററിന് പറഞ്ഞേക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്ത ശേഷമേ ഒരാൾ ഓഡിറ്റർ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അയാൾ ഓഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അതിൽ ഇഫ് ദ ഓഡിറ്റർ ഈസ് അപ്പോയിൻറ്റഡ് ഇൻ പ്ലേസ് ഓഫ് എ റിട്ടയറിംഗ് ഓഡിറ്റർ. അതായത് ഓൾറെഡി ഉള്ള ഒരു ഓർഗനൈസേഷനിൽ ഒരു ഓഡിറ്റർ ഉണ്ടായിരുന്നു, അയാൾ റിട്ടയർ ചെയ്ത വേക്കൻസിയിലേക്കാണ് നമ്മൾ ഓഡിറ്ററായിട്ട് ചെല്ലുന്നതെങ്കിൽ ആ മുന്നേ റിട്ടയർ ചെയ്ത ആളുടെ കൺസെൻറ്റും കൂടെ വാങ്ങിക്കണം. കാരണം ചിലപ്പോൾ അയാൾ ഫുള്ളി കൺസെൻറ്റഡ് ആയിരിക്കും. അതായത് നീ ഓഡിറ്റ് ചെയ്തോ എന്നുള്ളൊരു കൺസെൻറ്റ് ലെറ്ററും കൂടെ വാങ്ങിക്കഴിഞ്ഞ ശേഷമാണ് ഓഡിറ്ററിന് ഓഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ലെറ്റർ ഓഫ് അപ്പോയിൻമെൻ്റ് ആണ് ഫസ്റ്റത്തെ പ്രിലിമിനറി എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഒരു ഓഡിറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടതാണ് ലെറ്റർ ഓഫ് അപ്പോയിൻമെൻറ്റ്. ലെറ്റർ ഓഫ് അപ്പോയിൻമെൻറ്റിൽ എന്തൊക്കെ ഉണ്ടാവണം? ലെറ്റർ ഓഫ് അപ്പോയിൻമെൻറ്റ് കൂടെ ഒരു കോപ്പി ഓഫ് റെസല്യൂഷൻ വെച്ചിട്ടുണ്ടാവണം. അതേപോലെ ലെറ്റർ ഓഫ് അപ്പോയിൻമെൻറ്റിനകത്ത്
ടേംസ് ആൻഡ് കണ്ടീഷൻസ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അത് മൊത്തം ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യണം. അതേപോലെ വേറൊരു ഓഡിറ്റർ റിട്ടയർ ചെയ്ത പോസ്റ്റിലേക്കാണ് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്നതെങ്കിൽ മുന്നേ ഉണ്ടായിരുന്ന ഓഡിറ്ററിൻ്റെ കൺസെൻറ്റും കൂടെ വയ്ക്കണം. അല്ല നിങ്ങൾ ഫ്രഷ് അപ്പോയിൻമെൻ്റ് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കൺസെൻറ്റിൻ്റെ ആവശ്യമില്ല. അതാണ് ഫസ്റ്റത്തെ പ്രിലിമിനറി. സെക്കൻഡ് പ്രിലിമിനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്വയർ നോളജ് എബൌട്ട് ദ ബിസിനസ് ആൻഡ് ഇറ്റ്സ് നേച്ചർ. അതായത് ഞാനൊരു ഓഡിറ്ററായിട്ട് അപ്പോയിൻറ്റഡ് ആവുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ലെറ്റർ ചെക്ക് ചെയ്തു. സെക്കൻഡ് സ്റ്റെപ്പ് ഞാൻ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഓഡിറ്റ് ചെയ്യാൻ പോകുന്ന ഓർഗനൈസേഷൻ്റെ നേച്ചറും അത് എന്ത് ടൈപ്പാണെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കണം. അത് ഇൻ കേസ് അതൊരു ടെക്നിക്കൽ ഓർഗനൈസേഷൻ ആണെങ്കിൽ അവരുടെ ഫാക്ടറി ഡീറ്റെയിൽസൊക്കെ മാക്സിമം കളക്ട് ചെയ്യാൻ നോക്കണം. അതാണ് സെക്കൻഡ് പ്രിലിമിനറി സ്റ്റെപ്പ്. അതായത് അക്വയർ നോളജ് എബൌട്ട് ദ ബിസിനസ് ആൻഡ് ഇറ്റ്സ് നേച്ചർ. തേർഡ് വൺ, വെരിഫിക്കേഷൻ ഓഫ് ലീഗൽ ഡോക്യുമെൻറ്റ്സ്. നമ്മൾ ഏതൊരു ഓർഗനൈസേഷനിൽ ഓഡിറ്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിലും ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, അത് എന്താണ് പറയുന്നത്, ആ ഓർഗനൈസേഷന് വേണ്ടുന്ന ലീഗൽ ഡോക്യുമെൻറ്റ്സ് അവരെ പ്രോപ്പറായിട്ടില്ല. ഇപ്പോൾ പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ അവരെ പാർട്ട്ണർഷിപ്പ് ഡീഡ്, അതുപോലെ മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, അങ്ങനെ പറയുന്നില്ല, അല്ലെങ്കിൽ മിനിറ്റ്സ് ബുക്ക്, അങ്ങനെയൊക്കെയുള്ള ലീഗൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടോ. അതായത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്ന ഒരു ഉഡായിപ്പ് ഓർഗനൈസേഷനൊന്നുമല്ല, നല്ല ഓർഗനൈസേഷനാണ് അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഓർഗനൈസേഷനാണെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ചെക്ക് ചെയ്യണമെന്ന്. അപ്പോൾ തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വെരിഫിക്കേഷൻ ഓഫ് ലീഗൽ ഡോക്യുമെൻറ്റ്സ്. ഇപ്പോൾ കമ്പനിയാണ് നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ പോകണമെങ്കിൽ കമ്പനിയുടെ മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ്, അതാണ് കമ്പനിയുടെ മെയിൻ ആയിട്ടുള്ള 2 ഡോക്യുമെൻറ്റ്സ്. അത് രണ്ടും ചെക്ക് ചെയ്യണം. പാർട്ട്ണർഷിപ്പിൽ ആണ് നിങ്ങൾ ഓഡിറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ ഈ ഡോക്യുമെൻറ്റ്സ് ചെക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ആ കമ്പനിയുടെ വർക്കിങ്ങും എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡോക്യുമെൻറ്റ്സ് ചെക്ക് ചെയ്യുന്നത്. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഹി ഷുഡ് ഒബ്റ്റെയിൻ ദ ലിസ്റ്റ് ഓഫ് ഓൾ ബുക്സ് മെയിൻറ്റെയിൻഡ്. അതായത് നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ പോകുന്ന കമ്പനി അല്ലെങ്കിൽ നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ പോകുന്ന ഓർഗനൈസേഷനിൽ, കമ്പനി ഞാൻ എടുത്ത് പറയുന്നില്ല, ഓർഗനൈസേഷൻ ഏത് ടൈപ്പ് ആവാം, കമ്പനി ആവാം, പാർട്ട്ണർഷിപ്പ് ഫേം ആവാം, ജോയിൻറ്റ് സ്റ്റോക്ക് അല്ലെങ്കിൽ ജോയിൻറ്റ് വെഞ്ചേഴ്സ് ആവാം, എങ്ങനെയുള്ള എന്ത് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, നിങ്ങൾ ഓഡിറ്റ് ചെയ്യാൻ പോകുന്ന ഓർഗനൈസേഷൻ്റെ അവർ ഏതൊക്കെ ബുക്സാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതിൻ്റെ ലിസ്റ്റ് കളക്ട് ചെയ്യണം. ലൈക്ക് ഇപ്പോൾ ചില ഓർഗനൈസേഷൻസിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, അങ്ങനത്തെ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് അങ്ങനത്തെ ആയിരിക്കും. ചിലതിൽ P&L അക്കൗണ്ട്, ട്രേഡിങ്, ചിലതിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പം നിങ്ങൾ ഓഡിറ്റ് ചെയ്യാൻ പോകുന്ന ഓർഗനൈസേഷനിൽ അവർ ഏതൊക്കെ ബുക്സാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ലിസ്റ്റും കളക്ട് ചെയ്യണം. ഫിഫ്ത്ത് എന്ന് പറഞ്ഞാൽ എക്സാമിൻ ദ അക്കൗണ്ടിങ് സിസ്റ്റം. നിങ്ങൾ ശരിക്കും അക്കൗണ്ടിങ് സിസ്റ്റം, ഇപ്പോൾ നിങ്ങൾ ഓഡിറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ഓഡിറ്റ് ചെയ്യുന്നവരുടെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സും അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ട്സാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രോപ്പർ ഫെമിലിയർ ആയിരിക്കണം അവർ ഏത് അക്കൗണ്ടിങ് സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. അഥവാ അവർ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ എന്തെങ്കിലും വീക്ക് പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിന് പറ്റുന്ന റെമഡീസൊക്കെ ഓഡിറ്ററിന് സജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നത്തെ സ്റ്റെപ്സാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തത് സിക്സ്ത് എന്ന് പറഞ്ഞാൽ എക്സാമിൻ ദ സിസ്റ്റം ഓഫ് ഇൻറ്റേർണൽ ചെക്ക്. പിന്നെ ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം ഒരു ഓർഗനൈസേഷൻ, നിങ്ങൾ ഓഡിറ്റ് ചെയ്യാൻ പോകുന്ന ഓർഗനൈസേഷനിൽ ഓഡിറ്റ് ചെയ്യാൻ പോകുന്ന ഓർഗനൈസേഷനിൽ ഒരു ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം ഉണ്ടെങ്കിൽ അത് എത്രത്തോളം എഫക്റ്റീവാണ്, അല്ലെങ്കിൽ അത് സൗണ്ട് സിസ്റ്റമാണോ, അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ ഓഡിറ്റർ ടെസ്റ്റ് ചെക്ക് ചെയ്യണം. അതിന് ശേഷം മാത്രമേ ആക്ച്വൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അടുത്തത് സെവൻത്ത് സ്റ്റെപ്പ്, ഗോ ത്രൂ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഓഫ് ദ പ്രീവിയസ് ഇയർ. അപ്പോൾ ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ആ ഓഡിറ്റ് ചെയ്യുന്ന ഇയറിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു ഓഡിറ്റ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റും കഴിഞ്ഞ വർഷത്തെ P&L അക്കൗണ്ടും കൂടെ ചെക്ക് ചെയ്യണം. അത് പുതിയതായിട്ട് ഓഡിറ്റ് അല്ലെങ്കിൽ പുതിയ കമ്പനികൾക്ക് അത് വേണ്ട. കാരണം പുതിയ കമ്പനിക്ക് കഴിഞ്ഞ വർഷത്തെ P&L ഇതൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കുറച്ച് കാലമായിട്ട് ഉള്ള കമ്പനീസോ അല്ലെങ്കിൽ ഓർഗനൈസേഷനോ ആണെങ്കിൽ അവരുടെ കഴിഞ്ഞ വർഷത്തെ P&L അക്കൗണ്ടും ബാലൻസ് ഷീറ്റും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം.
അടുത്തത് ഇൻസ്ട്രക്ഷൻസ് ടു ദി ക്ലയൻറ്റ്. പിന്നെ ചില കാര്യങ്ങളെ പറ്റിയിട്ട് ഓഡിറ്റർ അവർ ഓഡിറ്റ് ചെയ്യാൻ പോകുന്ന ഓർഗനൈസേഷനിലത്തെ അല്ലെങ്കിൽ അവരുടെ ക്ലയൻറ്റിന് ചില കാര്യങ്ങളെപ്പറ്റി ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ഷുഡ് ബി ക്ലോസ്ഡ്. അതായത് നമ്മൾ ബുക്സ് ഓഫ് ഓഡിറ്റ് ചെയ്യാൻ വരുന്നതിന് മുന്നേ നിങ്ങളുടെ ബുക്സൊക്കെ ക്ലോസ് ചെയ്തിരിക്കണം, എല്ലാ അക്കൗണ്ട്സും റെഡി ആയിരിക്കണം എന്നുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള വൗച്ചേഴ്സ് എല്ലാം സീരിയലി അറേഞ്ച് ചെയ്തിരിക്കണം, എല്ലാത്തിനും നമ്പേഴ്സ് കൊടുക്കണം എന്ന് പറയണം. പിന്നെ ഡെപ്റ്റേഴ്സിൻ്റെയും ക്രെഡിറ്റേഴ്സിൻ്റെയൊക്കെ ലിസ്റ്റ് റെഡിയാക്കാൻ പറയണം. പിന്നെ ഡൗട്ട്ഫുൾ ആൻഡ് ബാഡ് ഡെപ്റ്റ്സ്, അങ്ങനത്തെ പ്രൊവിഷൻ ഫോർ ഡെപ്റ്റ്സ് അതൊക്കെ റെഡിയാക്കാൻ പറയണം. പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, അങ്ങനെയുള്ള സ്പെഷ്യൽ ഐറ്റംസിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വെക്കാൻ ഓഡിറ്റർ ക്ലയൻറ്റിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. അടുത്തത് 9th സ്റ്റെപ്പ്, പ്രിപ്പറേഷൻ ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം. അപ്പം പ്രിപ്പറേഷൻ ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഡിറ്റ് പ്രോഗ്രാം ഇസ് ദി ഓഡിറ്റേഴ്സ് പ്ലാൻ ഓഫ് ആക്ഷൻ. ഇറ്റ് ഈസ് എ റിട്ടൺ സ്കീം പ്രിപ്പയർഡ് ബൈ ദി ഓഡിറ്റർ ടു ഡിസ്ട്രിബ്യൂട്ട് ദ വർക്ക് എമംഗ് ദ ഓഡിറ്റ് സ്റ്റാഫ്. ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അതൊരു റിട്ടൺ പ്ലാൻ ഓഫ് ആക്ഷൻ ആണ്. ഓഡിറ്റർ ചെയ്യാൻ പോകുന്ന വർക്കിൻ്റെ ഒരു റിട്ടൺ പ്ലാൻ. ഇതെന്തിനാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഓഡിറ്ററിൻ്റെ സ്റ്റാഫുകൾക്ക് ചെയ്യാൻ പോകുന്ന വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു ഓഡിറ്റ് പ്ലാൻ ആണ് ഓഡിറ്റ് പ്രോഗ്രാം. അപ്പം ഇത്രയും 8 സ്റ്റെപ്സ് കഴിഞ്ഞാൽ ഓഡിറ്റർ ചെയ്യേണ്ടത് ഒരു ഓഡിറ്റ് പ്രോഗ്രാം ഉണ്ടാക്കുക. അടുത്തത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓഡിറ്റ് വർക്ക്. പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓഡിറ്റർ ഡയറക്റ്റ്ലി അയാളുടെ വർക്കിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെടുക്കുക. എത്ര സ്റ്റാഫുകളാണ് ഓഡിറ്റ് ചെയ്യാൻ പോകുന്നത് അവർക്കൊക്കെ ഇന്ന ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക. ഇത്രയാണ് ആക്ച്വൽ ഓഡിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഓഡിറ്റർ എടുക്കേണ്ടുന്ന പ്രിലിമിനറി സ്റ്റെപ്സ്. അപ്പോൾ ഫസ്റ്റത്തെ പ്രിലിമിനറി സ്റ്റെപ്സിൽ ഫസ്റ്റ് ഇസ് ലെറ്റർ ഓഫ് അപ്പോയിൻമെൻറ്റ്, സെക്കൻഡ് അക്വയർ നോളജ് അബൌട്ട് ദ ബിസിനസ് ആൻഡ് ഇറ്റ്സ് നേച്ചർ, തേർഡ് ഇസ് വെരിഫിക്കേഷൻ ഓഫ് ലീഗൽ ഡോക്യുമെൻറ്റ്സ്, പിന്നെ ഹി ഷുഡ് ഒബ്റ്റെയിൻ ദ ലിസ്റ്റ് ഓഫ് ഓൾ books maintained, examine the accounting system, sixth is examine the system of internal check, seventh is go through the profit and loss account and balance sheet of the previous year, eighth is instructions to the client, ninth is preparation of audit program, and 10th is distribution of audit work.